ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസിൽ 6th ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ആർ ദ പോയിൻറ്റ്സ് എം -3, -4, a 0, 0 and g 6, 8 on the same straight line. Suggest a method to check this without plotting and joining the points. അപ്പോൾ ഈ 3 പോയിൻറ്റുകളും എമ്മും എയും ജിയും സെയിം സ്ട്രെയിറ്റ് ലൈനിലാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി പ്ലോട്ടിങ് ജോയിനിങ് പോയിൻറ്റ്സ് ഒന്നും ഇല്ലാതെ ഇത് ചെക്ക് ചെയ്യാൻ മെത്തേഡ് സജസ്റ്റ് ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് തന്നിരിക്കുന്ന 3 പോയിൻറ്റുകൾ സെയിം സ്ട്രെയിറ്റ് ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ഞാൻ 3 പോയിൻറ്റുകൾ എടുക്കുന്നു. ഇത് എ, അടുത്ത പോയിൻ്റ് ഇവിടെ ബി, ഇത് സി. ഇത് സെയിം ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എ ബി 4 സെൻറ്റിമീറ്റർ ആണ്, ബി സി 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ സി എന്ത് വരും, 7 സെൻറ്റിമീറ്റർ വരും അല്ലേ. അപ്പോൾ എ ബി പ്ലസ് ബി സി ആണ് എന്ത്, എ സി. അപ്പോൾ എ ബി 4ഉം ബി സി 3യുമാണ് എങ്കിൽ എ സി എന്തായിരിക്കും, 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതേപോലെ ഇവിടെ നമ്മുടെ ഈ പോയിൻറ്റുകൾ സെയിം സ്ട്രെയിറ്റ് ലൈനിലാണോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം. സെയിം സ്ട്രെയിറ്റ് ലൈൻ ആണ് എങ്കിൽ എം എയും എ ജിയും കൂടെ ചേർന്നാൽ എന്തായിരിക്കും, എം ജി ആയിരിക്കും. മനസ്സിലായല്ലോ. ഇപ്പം നമുക്കിവിടെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എം എ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം, എ ജിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അതേപോലെ എം ജിയുടെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. എന്നിട്ട് എം എയും എ ജിയും കൂടെ ചേർന്നാൽ നമുക്ക് എം ജി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതിന് വേണ്ടി നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ എടുക്കുന്നു. ഇത് എം -3, -4, ഇത് എ 0, 0, ഇത് ജി 6, 8. ഓക്കെ, ജസ്റ്റ് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ ഒരു പിക്ചർ വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് എങ്കിൽ ഇതാ ഇങ്ങനെ വരും. അപ്പോൾ എം എ പ്ലസ് എ ജി = എം ജി എന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് നമുക്കറിയില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിത് ഇങ്ങനെ ഒന്ന് വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, ടു ചെക്ക് വെദർ ദ പോയിൻറ്റ്സ് എം എ ആൻഡ് ജി ലൈ ഓൺ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ യൂസിങ് ദി ഡിസ്റ്റൻസ് ഫോർമുല. ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്, ഡി = √x2 - x1 the whole square plus y2 - y1 the whole square. ഈ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എം എ കണ്ടുപിടിക്കുന്നു. എം എ കണ്ടുപിടിക്കുമ്പോൾ എമ്മിൽ ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നമുക്ക് എങ്ങനെ എടുക്കാം, x2 is 0, 0 - x1 is -3 the whole square plus y2 is 0 minus y1 is -4 the whole square is equal to √0 - -3 എന്ത് വരും, +3 വരും. +3യുടെ സ്ക്വയർ 9, 3 square is 9 plus ഇവിടെ 0 + 4 ആവും. 4ൻ്റെ സ്ക്വയർ 16 is equal to √25. √25 is 5. അപ്പോൾ എം എ നമുക്ക് 5 എന്ന് കിട്ടി. ഇനി അടുത്ത നമ്മൾ എ ജി കണ്ടുപിടിക്കുന്നു. എ ജി = എ ജി എടുക്കുമ്പോൾ ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2, എങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്ത് വരും, x2 - x1, x2 is 6, x1 is 0 the whole square പ്ലസ് ഈ ഫോർമുലയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് y2 is 8 മൈനസ് y1 is 0. അപ്പോൾ നമ്മൾ ഏതൊക്കെ പോയിൻറ്റുകൾ എടുക്കുന്നോ അതിനനുസരിച്ച് x1ഉം y1ഉം x2ഉം y2ഉം കൊടുക്കുക. is equal to √0 - 6 is 6 square is 36 plus
8 square is 64 is equal to root 100 is equal to 10. അപ്പോൾ ഇത് നമുക്ക് 10 എന്ന് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? എം ജി കണ്ടുപിടിക്കണം. അപ്പോൾ എം ജിയിൽ ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. അപ്പോൾ എന്ത് വരും? റൂട്ട് x2 ഈസ് 6 മൈനസ് x1 ഈസ് -3 the whole square plus y2 is 8 minus y1 is -4 the whole square is equal to root ഇവിടെ 6 plus 3 9 9 square is 81 plus 8 plus 4 12 12 square is 144 is equal to root 225 എന്ന് കിട്ടും. 225 എന്താണ്? 15. ഓക്കെ, ഇനി ഇതാ നോക്കിയേ, എം ജി പ്ലസ് എ ജി നമുക്ക് എന്ത് കിട്ടി? എം ജി ഈസ് 5, എ ജി ഈസ് 10 ഈസ് ഈക്വൽ ടു 5 + 10 15. 15 എന്തിന് ഈക്വലാണ്? എം ജിക്ക് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ കിട്ടിയല്ലോ. എം ജി അല്ല, എം എ ആണ്. എം എ പ്ലസ് എ ജി ആണ്. അപ്പോൾ എം എ പ്ലസ് എ ജി ഈസ് ഈക്വൽ ടു എം ജി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? The points M, A and G lie on the same straight line. Therefore, the points M, A and G lie on the same straight line. അപ്പോൾ സെയിം സ്ട്രേറ്റ് ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. അടുത്ത 7th ക്വസ്റ്റ്യൻ. യൂസ് യുവർ മെത്തേഡ് ഫ്രം പ്രോബ്ലം 6 ടു ചെക്ക് ഇഫ് ദ പോയിൻറ്റ്സ് ആർ, ബി ആൻഡ് സി ആർ ഓൺ ദ സെയിം സ്ട്രേറ്റ് ലൈൻ. നൗ പ്ലോട്ട് ബോത്ത് സെറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ആൻഡ് ചെക്ക് യുവർ ആൻസേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രോബ്ലം 6ൽ ചെയ്ത അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ 3 പോയിൻറ്റുകൾ സെയിം സ്ട്രേറ്റ് ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഈ പോയിൻറ്റ്സുകൾ നമ്മൾ ഇതിൽ പ്ലോട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സെയിം സ്ട്രേറ്റ് ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർ ബിയും ബി സിയും ആർ സിക്ക് ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഞാൻ 6th പ്രോബ്ലത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, അതുകൊണ്ട് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കോർഡിനേറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എന്തെഴുതണം? ടു ചെക്ക് വെദർ ദ പോയിൻറ്റ്സ് ആർ, ബി ആൻഡ് സി ലൈ ഓൺ ദ സെയിം സ്ട്രേറ്റ് ലൈൻ യൂസിങ് ദി ഡിസ്റ്റൻസ് ഫോർമുല എന്ന് നിങ്ങളിവിടെ എഴുതിക്കണം കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? ഡി ഈസ് ഈക്വൽ ടു റൂട്ട് x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ ആണ് ഡിസ്റ്റൻസ് ഫോർമുല. ഇനി ഇത് വെച്ച് നമ്മൾ ആർ ബി കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആർ ബി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആറ് എന്തായിട്ട് എടുക്കാം? x1ഉം y1ഉമായിട്ട് എടുക്കാം. ഇത് x2ഉം y2ഉമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ x2 ഇവിടെ എന്താണ്? -2 മൈനസ് x1 ഈസ് -5 the whole square plus y2 is -5 minus y1 is -1 the whole square is equal to root -2 ഇതെന്താവും? +5 ആവും. -2 + 5 is 3. 3യുടെ സ്ക്വയർ 9 പ്ലസ് -5 ഇത് +1 ആയിട്ട് മാറും. അപ്പം -4 -4ൻ്റെ സ്ക്വയർ 16 is equal to root 25 is equal to 5 എന്ന് കിട്ടി. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? ബി സി കണ്ടുപിടിക്കണം. അപ്പോൾ ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് ബി സി എടുക്കുമ്പം -2x1 -5y1 ഇത് 4x2 -12 y2. അപ്പോൾ x2 മൈനസ് x1 എന്ത് വരും? 4 മൈനസ് -2 the whole square plus y2 is -12 minus y1 is -5 the whole square is equal to root 4 + 2 6. 6 square is 36 plus ഇവിടെ -12 + 5 ആവും അല്ലേ?
അപ്പോൾ -12 + 5 എന്ത് വരും? -7. -7ൻ്റെ സ്ക്വയർ 49. അപ്പോൾ 36 + 49 എന്ന് കിട്ടും. ദാറ്റ് ഈസ് √85. √85 നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? RC കണ്ടുപിടിക്കണം. അപ്പോൾ RC = RC എടുക്കുമ്പോൾ ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2 അല്ലേ? അപ്പോൾ x2 ഈസ് 4 മൈനസ് x1 ഈസ് -5 ദ ഹോൾ സ്ക്വയർ പ്ലസ്, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ പോയിന്റുകളും ഓരോ കോർഡിനേറ്റ്സും എടുക്കുമ്പോൾ x1, y1, x2, y2 എന്ന് പെൻസിൽ കൊണ്ടൊന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഏതൊക്കെ പോയിന്റുകളാണ് എടുക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ Rഉം Cയുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ y2 ഈസ് -12 മൈനസ് y1 ഈസ് -1 ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു √4 + 5 9. 9 സ്ക്വയർ ഈസ് 81 പ്ലസ് -12 + 1 ദാറ്റ് ഈസ് -11. -11ൻ്റെ സ്ക്വയർ 121 ഈസ് ഇക്വൽ ടു 81 + 121 ഈസ് 202. അപ്പോൾ നമുക്ക് √202 എന്ന് കിട്ടി. അപ്പോൾ RB + BC ഈസ് ഇക്വൽ ടു എന്ത് വരും? RB ഈസ് 5 പ്ലസ് √85. 5 + √85 എന്ന് കിട്ടി. ഇത് RCക്ക് ഈക്വലാണോ? നോട്ട് ഈക്വലാണ്. നോട്ട് ഈക്വൽ ടു √202 അല്ലേ? ഇത് 202ന് നോട്ട് ഈക്വലാണ്. അപ്പോൾ RBയും BCയും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് RCക്ക് ഈക്വലായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ പോയിൻറ്റ്സ് R, B and C do not lie on the same straight line. Therefore, the points R, B and C do not lie on the same straight line. ഇനി നമ്മളോട് ഇത് പ്ലോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ R എന്താണ്? -5, -1. അപ്പോൾ -5 x ആക്സിസിൽ വരും, ദാ ഇവിടെ വരും. y ഈസ് -1. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഇതാ ഇവിടെ വരും. -5, -1. R ഇവിടെ വന്നു. ഇനി എന്താ? B -2, -5. അപ്പോൾ ഇവിടെ -2, -5 y-ൽ ഇതാ ഇവിടെ വരും. നമ്മുടെ പോയിൻ്റ് ഇവിടെ വരും. B -2, -5. അടുത്ത പോയിന്റ് C 4, -12. അപ്പോൾ x ആക്സിസിൽ 4, y ആക്സിസിൽ -12. ഇത് വരും C 4, -12. ഇനി ഈ 3 പോയിന്റുകളെയും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിലാണോ വരുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ലാസ്റ്റ് പോയിൻ്റായ Cയിലേക്കാണ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത്. നമ്മൾ Cയിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പോൾ അതാ നമ്മളിവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പോൾ നോക്കിയേ, പോയിൻ്റ് B നമ്മുടെ ലൈനിലല്ല വന്നിട്ടുള്ളത്, ലൈനിൽ നിന്ന് മാറി വെളിയിലാണ് ഇതാ ഈ പോയിൻ്റ് വന്നിട്ടുള്ളത് അല്ലേ? സ്ട്രെയിറ്റ് ലൈനിലല്ല, അതുകൊണ്ട് പോയിൻറ്റ്സ് വരുന്നത്. മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ളത്? അപ്പോൾ നമ്മുടെ 7th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.